നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പാലത്തിന് സമീപത്തെ പാതയുടെ തകർച്ച യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. പാലത്തിന്റെ ഞാങ്ങാട്ടിരി ഭാഗത്താണ് റോഡിൽ നീളത്തിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ കുഴിയിലകപ്പെട്ടുള്ള അപകടങ്ങളും പതിവായിരിക്കുകയാണ്. പട്ടാമ്പി പാലത്തിന്റെ ഞാങ്ങാട്ടിരി ഗുരുവായൂർ റൂട്ടിലാണ് റോഡ് വിണ്ടുകീറിയതുപോലെ തകർന്നിരിക്കുന്നത്. ഇത് വാഹനയാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അകപ്പെട്ട് അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. പ്രളയസമയത്ത് പാലം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ നടത്തിയ അറ്റകുറ്റപ്പണിയിലും തകർന്ന ഈ ഭാഗം നന്നാക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗുരുവായൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഈ കുഴിയിൽ ചാടിയാണ് പാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. കുഴി വെട്ടിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ അപകടങ്ങളും പതിവാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളുമാണ് ഇതുമൂലം വലിയ ദുരിതം അനുഭവിക്കുന്നത്. മഴ തുടങ്ങിയതോടെ ഈ കുഴിയിൽ വെള്ളം കെട്ടി നിന്നുള്ള അപകടങ്ങളും പതിവാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം. പട്ടാമ്പി പാലത്തിന്റെ ഒരവസ്ഥയാണ്. കഴിഞ്ഞ പ്രളയത്തില് ഈ പാലത്തിന്റെ വരികള്, ഈ കമ്പിയിട്ട വരികള് നേരാക്കുന്ന അതേപോലെ തന്നെ ഇവിടെ ടാർ ചെയ്ത് ഇവിടെ ഒരു വലിയൊരു കുണ്ടായിരുന്നു. അതും ടാറിട്ട് പഴയതുപോലെ ആക്കിത്തരാ എന്നൊരു കരാറിലാണ് ഇതിന്റെ കരാർ എടുത്തത്. പക്ഷെ മഴ പെയ്തു 2-3 ദിവസമായിട്ട് വലിയൊരു ചാലാണ് ഇവിടെ അനുഭവപ്പെട്ടുള്ളത്. മിനിയാന്ന് രാത്രിയും പല സമയങ്ങളും ഇവിടെ ആളുകൾ വീഴുന്നുണ്ട് രാത്രി. കാരണം നേരെ വരുന്ന വഴിക്കാണ്, പെട്ടെന്ന് കാണൂല ഈ കുഴി, പെട്ടെന്നാണ് ചവിട്ടുക. ബാക്കിലുള്ള വണ്ടികളും ചവിട്ടും. അങ്ങനെ ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഈ പാലം പണിയെടുത്ത ആൾക്കാരും അതിൻ്റെ വേണ്ടപ്പെട്ടവരും ഇത് നടപടി എടുക്കണം. പല ആപത്തുകളും സംഭവിച്ചിട്ട് PWD അതേപോലെ റോഡിൻ്റെ ബ്രിഡ്ജിൻ്റെ ആൾക്കാർ വന്നിട്ട് നേരാക്കി കാര്യമില്ല. അത് എന്തെങ്കിലും അപകടം നടക്കുന്നതിന് മുന്നേ ഈ വലിയൊരു കുഴി ഇവിടുന്ന് തൂർത്ത് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് ഈ അവസരം നാട്ടുകാരനായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ചെറുതുരുത്തിയിൽ 8 അടിയോളം വലിപ്പമുള്ളതും 4 മാസം വളർച്ചയെത്തിയതുമായ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കനാൽ വക്കത്താണ് 8 അടിയോളം ഉയരമുള്ളതും 4 മാസം പ്രായമെത്തിയതുമായ 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ക്ഷേത്രം ജീവനക്കാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിന്റെയും എക്സൈസ് ഓഫീസറെയും വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വടക്കാഞ്ചേരി എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. 2 മാസം കഴിഞ്ഞാൽ പൂക്കാൻ പ്രായമായ ചെടിയാണിതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മഴവെള്ളത്തിൽ ഒലിച്ചു വന്നതോ ഉത്സവ സമയങ്ങളിൽ കഞ്ചാവ് ഉപയോഗിച്ച് വിത്ത് വീണതോ ആകാം എന്നാണ് പ്രാഥമിക നിഗമനം. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇൻചാർജ് CP മധു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ PK, പ്രിവന്റീവ് ഓഫീസർ P പരമേശ്വരൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ്, നിതീഷ് ചെറുതുരുത്തി, SI AR നിഖിൽ, CPOമാരായ ടിജോ വാഴപ്പള്ളി, അഭിജിത്ത് എന്നിവർ ചേർന്ന് മേൽനടപടികൾ സ്വീകരിച്ചു. ഇത് സ്വാഭാവികമായിട്ട് നിരവധി ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടായിട്ടാണ് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ വലിയൊരു ഉത്സവം നടന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് പറഞ്ഞു. തുടർന്ന് മഴ വന്ന് കനാലിലേക്ക് ഇത് ഒഴുകി ചിലപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൻ്റെ വിത്ത് വീണ് നല്ല പശ്ചിമയുള്ള സ്ഥലം കനാലിൻ്റെ സൈഡായതുകൊണ്ട് വളർന്ന് വലുതായിരിക്കുന്നതാണ്. തുടർന്നും ഇത്തരം ചെടികൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഉടൻ തന്നെ എക്സൈസ് വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ പോലീസ് വകുപ്പുമായിട്ടോ അറിയിക്കേണ്ടതാണെന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. ആളപായമില്ല. വീടിന്റെ മുൻവശത്തെ മേൽക്കൂര തകർന്നതോടെ വീട്ടിലേക്ക് വെള്ളവും കയറി. മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂർ തറയിലാണ് കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. എടപ്പല പള്ളത്ത് വീട്ടിൽ വേലാജിന്റെ വീടാണ് തകർന്നത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കുട്ടികളടക്കം നിരവധി പേർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്ക് പറ്റിയില്ല. മുൻവശത്തെ മേൽക്കൂര തകർന്നതോടെ വീടിന്റെ മുൻവശത്ത് വെള്ളവും കയറിയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ ഒരു 5:30 സമയത്തൊക്കെ നീറ്റപ്പോഴാ സൗണ്ട് കേട്ട്. ഇരിക്കായിരുന്നു അവിടെ. അപ്പോഴാ സൗണ്ട് കേട്ടത്. മകൻ്റെ കുട്ടി ഞാനൊക്കെ റൂമിലെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ വിചാരിച്ചു തന്നെ ഊന്ന്. എന്നും രാത്രിയിലൊക്കെ ഒരു സൗണ്ട് കേട്ടാൽ വേഗം വന്നു നോക്കും. അപ്പോൾ കാറ്റുണ്ടായി തോന്നണു, അറിഞ്ഞില്ല. അപ്പം ആ ചീറ്റി പൊട്ടി കീറും ചെയ്തിറക്കണം. ആ നനഞ്ഞ കാരണം പെട്ടെന്ന് വീണു. കഴുക്കോലൊക്കെ ആകെ വീണ് പൊടിഞ്ഞ് മുതുര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C മുകേഷ്, മറ്റു ജനപ്രതിനിധികൾ, വില്ലേജ് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പത്ത് റോഡിന്റെ വശമിടിഞ്ഞത് പുനർനിർമ്മിച്ചു. 3 ആഴ്ച മുമ്പാണ് റോഡിന്റെ വശമിടിഞ്ഞത്. തുടർന്ന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു.
രണ്ടാഴ്ച മുമ്പുണ്ടായ കനത്ത മഴയിലാണ് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശമിടിഞ്ഞത്. ഇത് വാഹന ഗതാഗതത്തെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. കരിങ്കൽ ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇവിടെ ഒരുക്കിയത്. സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവൃത്തികളാണ് വശമിടിയാൻ കാരണമെന്നാണ് അധികൃതർ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ കമ്പനിയുടെ നേതൃത്വത്തിൽ കൂടിയായിരുന്നു പുനർനിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. 3.5 മീറ്റർ ഉയരത്തിലും 17 മീറ്ററോളം നീളത്തിലുമാണ് കരിങ്കൽ ഭിത്തി നിർമ്മിച്ചത്. ഈ ഭിത്തിയുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പുനർനിർമ്മാണ പ്രവർത്തനം നടത്തിയതിന്റെ തൊട്ടുഭാഗങ്ങളിലും തകർച്ചാ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം കൂടി പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ഉയർന്നു. ജൂൺ 19 വായനാ ദിനം. പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിനിയേച്ചർ പുസ്തകങ്ങൾ നിർമ്മിച്ച് സൗജന്യമായി വിതരണം നടത്തിവരികയാണ് ഗിന്നസ് സത്താർ ആദൂർ. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ 35,000 കുഞ്ഞൻ പുസ്തകങ്ങൾ സത്താർ ആദൂർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ വായനാ ദിനത്തിനോടനുബന്ധിച്ചിറക്കിയ കുഞ്ഞൻ പുസ്തകത്തിനും പുതുമകളേറെയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകില്ല ഗിന്നസ് സത്താർ ആദൂരിന്റെ കുഞ്ഞൻ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ. പുതിയ മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകം 1,00,000 വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താറിന്റെ പുതിയ ദൗത്യം. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് സത്താർ ആദൂർ. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ച് 2016 സത്താർ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഇതിനു മുമ്പ് 2011 കുഞ്ഞു പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. സത്താറിന്റെ സൗജന്യ പുസ്തക വിതരണ ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളാണ് ഈ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികളെ തേടിയെത്തുന്നത്. 3 സെന്റിമീറ്റർ നീളവും 250 മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകത്തിൽ 81 പോസ്റ്റർ കവിതകളാണുള്ളത്. 15,000 കോപ്പികളാണ് ഇത്തവണ വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 1000 വിദ്യാലയങ്ങളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യും. സൗജന്യ പുസ്തക വിതരണം 1,00,000-ലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താർ ആദൂരിന്റെ ലക്ഷ്യം. ഒരു 15,000 പുസ്തകം ഈ ആദൂർ കവിതകൾ ഒരു 15,000 കോപ്പി നൽകുക എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏകദേശം അതോടുകൂടി എനിക്ക് 1,00,000 പുസ്തകങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് കരുതുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ വാർത്തകൾ അറിഞ്ഞാൽ എല്ലാ ആളുകളും എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഏകദേശം ഒരു 1000 വിദ്യാലയങ്ങളിലേക്ക് ഇതിൻ്റെ കോപ്പികൾ എത്തിക്കുക എന്നുള്ള ഒരു പ്ലാനും കൂടി ഇതിൻ്റെ ഭാഗമായി കാണുന്നുണ്ട്. 2008 വായനാ ദിനത്തിലാണ് സത്താർ സൗജന്യ പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത്. 1.5 ഇഞ്ച് വലിപ്പമുള്ള SMS 101 കഥകൾ എന്ന കൗതുകകരമായ പുസ്തകത്തിന്റെ 5000 കോപ്പികളാണ് ആ വർഷത്തിൽ വിതരണം ചെയ്തത്. 2009 1 ഇഞ്ച് വലിപ്പമുള്ള 101 കവിതകളുടെ സമാഹാരവും 2019 ഇംഗ്ലീഷിലുള്ള 1.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 50-50യും 2023 3.5 സെന്റിമീറ്റർ നീളമുള്ള ഹൈക്കു കഥകളുടെ സമാഹാരവും വായനക്കാരിലേക്ക് സൗജന്യമായി എത്തിച്ചു. ഈ കാലയളവിനുള്ളിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ 35,000 പുസ്തകങ്ങൾ സത്താർ ആദൂർ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മനോഹരമായ ആദൂർ ഗ്രാമത്തിന്റെ പേരിലുള്ള ആദൂർ കവിതകൾ എന്ന കുഞ്ഞൻ പുസ്തകം തീർത്തും സൗജന്യമായാണ് ഗിന്നസ് സത്താർ ആദൂർ വിതരണം ചെയ്യുന്നത്. 1,00,000 കോപ്പിയെങ്കിലും വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം
AM റഷീദ്, എരുമപ്പെട്ടി. ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച മന്ത്രി കെ രാജൻ നിർവഹിക്കും. മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്കും സ്മാർട്ട് കെട്ടിടങ്ങളായി മാറുകയാണെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് സ്മാർട്ട് ഓഫീസാക്കി മാറ്റുന്നത്. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വില്ലേജ് ഓഫീസുകളെ ആധുനീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും നവീകരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മന്ത്രി കെ രാജൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP വിശിഷ്ടാതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ഇതിന്റെ നടത്തിപ്പിനായി ഓങ്ങല്ലൂരിൽ സംഘാടന സമിതി രൂപീകരിച്ചിരുന്നു. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഉൾപ്പെടെ പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറാൻ പോവുകയാണെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. വില്ലേജ് ഓഫീസുകളുടെ നവീകരണം വളരെ വേഗത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ വില്ലേജ് ഓഫീസുകളും ഒന്നൊന്നായി പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ച ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ നിർവഹിക്കുകയാണ്. വളരെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി പട്ടാമ്പി മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ 1 വില്ലേജ് ഇപ്പം നിർമ്മിക്കുന്നു. ഓങ്ങല്ലൂർ 2 വില്ലേജ് നേരത്തെ പൂർത്തീകരിച്ചു. അതോടൊപ്പം വല്ലപ്പുഴ വില്ലേജിന്റെ നവീകരണം പൂർത്തീകരിച്ചു. നമുക്കറിയാം വിളയൂര്, അതുപോലെ തന്നെ കൊപ്പം, പുലിക്കല്ലൂര്, തിരുവേഗപ്പുറ, മുതുതല വില്ലേജ് ഓഫീസുകളെല്ലാം തന്നെ 7ഓളം വില്ലേജ് ഓഫീസുകൾ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വല്ലപ്പുഴ നവീകരണം ബാക്കി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതുതായിട്ട്. പിന്നെ അതിന്റെ പുറമെയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ 1 വില്ലേജിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്കറിയാം പട്ടാമ്പി വില്ലേജ് കൂടിയാണ് ഇനി നവീകരിക്കാനുള്ളത്. അത് പുതുതായി നിർമ്മിക്കുന്ന റവന്യൂ ടവറിലേക്ക് മാറുമ്പോൾ സമ്പൂർണ്ണമായി മികച്ച സൗകര്യങ്ങളുള്ള വില്ലേജ് ഓഫീസുകൾ ഉള്ള മണ്ഡലമായി പട്ടാമ്പി മണ്ഡലത്തെ പ്രഖ്യാപിക്കാൻ പറ്റും. ഒരൊറ്റ കാര്യം കൂടിയാണ്, ഉദ്യോഗസ്ഥർ നമ്മളെ MLA എന്നുള്ള നിലയ്ക്ക് സ്ഥലവും അതുപോലെ സൗകര്യങ്ങളും അതിന്റെ ഡിജിറ്റൽ സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുമ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൂടി വളരെ പോസിറ്റീവായി ജനങ്ങളുമായി ഏറ്റവും ജനകീയ ഓഫീസുകളായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളോട് നിർവഹിച്ചാൽ സ്മാർട്ട് വില്ലേജിന്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പെരുമഴക്കാലം എത്തിയതോടെ ആനക്കര പഞ്ചായത്തിലെ കുമ്പിടിയിൽ പെരുമ്പാമ്പുകളുടെ വിളയാട്ടം. ഒരാഴ്ചക്കിടെ കുമ്പിടിയിലെ വിവിധ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നായി 10 ഭീമൻ പാമ്പുകളെയാണ് പിടികൂടിയത്. സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം മനോജ്, ഫോറസ്റ്റ് റെസ്ക്യൂ അംഗം സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവയെ പിടികൂടിയത്. കുമ്പിടിയിലെ പെരുമ്പലം, ഉമ്മത്തൂർ, പുറമതിൽശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. മഴക്കാലത്ത് പ്രദേശത്ത് ഇടയ്ക്കിടെ പാമ്പുകളെ കാണാറുണ്ടെങ്കിലും ഇത്രയും അധികം പെരുമ്പാമ്പുകളെ പിടികൂടുന്നത് ഇതാദ്യമായാണ്. കണ്ടെത്തിയ എല്ലാ പാമ്പുകളും ഏകദേശം 30 കിലോ തൂക്കവും 10 അടിയോളം നീളവുമുള്ളവയാണ്. പിടികൂടുന്ന പാമ്പുകളെ പട്ടാമ്പി ഫോറസ്റ്റ് RRT ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഭൂരിഭാഗം പാമ്പുകളെയും രാത്രിയിലാണ് പിടികൂടിയത്. മഴയിൽ പാടശേഖരങ്ങളും തോടുകളും നിറഞ്ഞതോടെ ഇവ ഇരതേടി കരയിലേക്കും ജനവാസ കേന്ദ്രത്തിലേക്കും എത്തിയതായാണ് കരുതുന്നത്. പഞ്ചായത്തിലെ പല പ്രദേശങ്ങളും കാട് കയറി കിടക്കുന്നതും ഇവയ്ക്ക് സഹായകരമാകുന്നുണ്ട്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്കായി വരവേൽപ്പ് 2025 പ്രവേശനോത്സവം നടത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രജീഷ് കുമാർ അധ്യക്ഷനായി. താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ സൗഹൃദ കോർഡിനേറ്റർ അശ്വതി AP രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ TP രമ്യ, PTA വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ TV, സ്കൂൾ പ്രധാന അധ്യാപിക PK ചിത്ര, സീനിയർ അധ്യാപിക ജ്യോതി PJ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.